ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് മാടായിപ്പാറയിലാണ്. മാടായിപ്പാറ കണ്ണൂരിലാണ് കേട്ടോ. കണ്ണൂർക്കാർക്ക് എന്തായാലും സുപരിചിതമായിരിക്കും. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് വടുകുന്ത ശിവക്ഷേത്രം. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ഉള്ളിൽ കയറുന്നില്ല, ഞാൻ അതായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, ശ്രീ വടുകുന്ത ശിവക്ഷേത്രം അങ്ങോട്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. മഴയായതുകൊണ്ട് ഫുള്ള് ചളി കെട്ടി കിടക്കുകയാണ് കേട്ടോ. എനിക്ക് സൗണ്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, കാരണം എനിക്ക് പനിയായതുകൊണ്ട് സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്. എല്ലാവർക്കും പനിയും ഒക്കെ ആവുന്നൊരു സമയമാണിത്. ഇതാണ് വടുകുന്ത ശിവക്ഷേത്രം. ഞങ്ങൾ ഉള്ളിലേക്ക് പോയെന്ന വീഡിയോ ഇതിലില്ല, പറ്റുവാണെങ്കിൽ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. ഇത് മുമ്പ് ഇട്ട വീഡിയോൻ്റെ പാർട്ട് 3 ആയിട്ടാണ്, കാണാത്തവർ പോയി. ഇവിടെ രാത്രി വിരിയുന്ന ഒരുപാട് പൂക്കളുണ്ട്. അതിൽ ഒരു പൂവിനെ ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളക്കടൽ പൂ. ഇതിന്റെ പേരറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. ഈ പൂ മാത്രമല്ല കേട്ടോ, ഒരുപാട് പൂക്കൾ ഇവിടെയുണ്ട്. പല തരത്തിലുള്ള നിറങ്ങളായിട്ടുള്ള പൂക്കളുണ്ട്. നല്ല രസമാട്ടോ അവയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് വടുകുന്ത തടാകത്തിൽ സന്ധ്യ ആകുമ്പോഴുള്ളൊരു കാഴ്ചയാണ്. സൂര്യനൊക്കെ അസ്തമിക്കാറാവുമ്പോൾ നല്ല രസമാട്ടോ ആ ടൈമിൽ ഇത്. ഇതാണ് വടുകുന്ത തടാകം. ഇവിടെയാണ് പൂരംകുളി നടക്കുന്നത്. ഇവിടെ ഇപ്പം അധികം ആളൊന്നും ഇല്ലെങ്കിലും പൂരംകുളിയുടെ സമയത്ത് ഇവിടെ ഈ തടാകത്തിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകളായിരിക്കും ഉണ്ടാവുക. ഇവിടുന്നാണ് ദേവിയുടെ പൂരംകുളി നടക്കുന്നത്. ആ കാണുന്നതാണ് മണിദ്വീപ്. ഇവിടെ നിന്നാണ്, അതിൻ്റെ അടുത്തു നിന്നാണ് ദേവീനെ ആറാടിക്കുക കേട്ടോ. ഞാൻ അങ്ങോട്ടൊക്കെ പോയി നോക്കുന്നുണ്ട്. ഇപ്പം ആൾക്കാരും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തടാകം ഭയങ്കര ശാന്തമായിട്ട് പീസ്ഫുള്ളായിട്ടാണുള്ളത്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ടാറ്റാ. മാടായിപ്പാറയിലെ കാഴ്ചകൾ കണ്ടാലും തീരാത്തതാണ്. പക്ഷേ എൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. ടാറ്റാ.